എറണാകുളം ജില്ലയിലെ വല്ലാർപാടം ദ്വീപിലുള്ള ലോകപ്രശസ്തമായ തീർത്ഥാടന ദേവാലയമാണ് വല്ലാർപാടം പള്ളി അഥവാ വല്ലാർപാടം ബസിലിക്ക. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പരിശുദ്ധ മാതാവിന്റെ പേരിലുള്ള പള്ളിയാണിത്. 1676 ഒരു വെള്ളപ്പൊക്കത്തിൽ ദേവാലയം നശിക്കുകയും വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയ മാതാവിന്റെ രൂപം പാലിയത്ത് രാമൻ വലിയച്ഛൻ വീണ്ടെടുക്കുകയും തിരികെ സ്ഥാപിക്കുവാനായി തന്റെ ഭൂമി ദാനം ചെയ്യുകയും ഒപ്പം തന്നെ കൊടിമരം സ്ഥാപിക്കുകയും കെടാവിളക്ക് ദാനം ചെയ്യുകയും ഉണ്ടായി. 1752 മെയ് 23 തീയതിയാണ് വല്ലാർപാടത്തമ്മയുടെ പ്രാഭവം അത്യന്തം പ്രകടമാക്കിയ ഒരു അത്ഭുത സംഭവം നടന്നത്. സമയം ഏതാണ്ട് വൈകിട്ട് 4 മണി കഴിഞ്ഞ് വഞ്ചിയിൽ ബന്ധുക്കളോടൊപ്പം തന്റെ കുഞ്ഞിന്റെ ചോറൂട്ടിനായി മട്ടാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന മീനാക്ഷിയമ്മയും കുഞ്ഞും ഏതാണ്ട് രാമൻതുരത്തിന് തെക്കു പടിഞ്ഞാറ് ആഴമേറിയ കായലിൽ ഇപ്പോഴുള്ള കപ്പൽച്ചാലിലെത്തിയപ്പോൾ ശക്തമായ കാറ്റിലും കോളും മൂലം വഞ്ചി മറിയുകയും വല്ലാർപാടത്തമ്മേ രക്ഷിക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് മീനാക്ഷിയമ്മയും കുഞ്ഞും കായലിൽ വീണു. കരയിൽ നിന്ന് വളരെയധികം അകലെയല്ലാത്തതുകൊണ്ട് തന്നെ ചിലരൊക്കെ നീന്തി രക്ഷപ്പെട്ടു. എല്ലാവരും രക്ഷപ്പെട്ടതിന് ശേഷം മീനാക്ഷിയമ്മയെയും കുട്ടിയെയും മാത്രം കണ്ടെത്താനായില്ല. ശേഷം അവർ മരണപ്പെട്ടിരിക്കാമെന്ന് കരുതി മൃതശരീരങ്ങൾക്കായി തിരച്ചിൽ തുടങ്ങി. അന്നു രാത്രി വല്ലാർപാടം പള്ളി വികാരി ഫാദർ മിഗുവേൽ കൊറേയ്ക്ക് വിചിത്രമായൊരു സ്വപ്നമുണ്ടായി. വല്ലാർപാടത്തമ്മ വന്ന് കായലിൽ അകപ്പെട്ട അമ്മയെയും കുഞ്ഞിനെയും വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് അദ്ദേഹത്തോട് പറയുന്നതായിട്ട്. എന്നാൽ ഒരു സ്വപ്നമെന്ന് കരുതി അദ്ദേഹം അത് അവഗണിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ മൃതദേഹങ്ങളെല്ലാം കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് മീനാക്ഷിയമ്മയുടെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് മീൻപിടുത്തക്കാരെ കൊണ്ട് വലയിടിപ്പിച്ചു നോക്കി, മുങ്ങൽക്കാരെ കൊണ്ട് നോക്കിച്ചു. പ്രതികൂല കാലാവസ്ഥയുള്ളതിനാൽ തന്നെ ഈ പ്രവർത്തന ഫലങ്ങളെല്ലാം വിഫലമായിരുന്നു. അന്ന് രാത്രിയും പരിശുദ്ധ ജനനി വികാരിയച്ഛന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. തന്റെ ആജ്ഞ അനുസരിക്കാത്തതിൽ അമ്മ ദുഃഖിതയായിരുന്നു. വെള്ളത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയേ പറ്റൂ എന്ന് അമ്മ നിർബന്ധപൂർവം പറഞ്ഞു. അച്ഛന് പിന്നീട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അമ്മയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം പുലർച്ചെ കുർബാനയ്ക്ക് ശേഷം അച്ഛൻ തനിക്കുണ്ടായ സ്വപ്നാനുഭവം ജനങ്ങളോട് പറഞ്ഞു. ഉടൻ തന്നെ വഞ്ചികളും വലകളും കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. മണിക്കൂറുകൾക്കകം പലരും വലകളുമായി എത്തി. കായലിന്റെ നാനാഭാഗങ്ങളിലും വലയെറിഞ്ഞു നോക്കി. പക്ഷേ അവരെ കണ്ടെത്താനായില്ല. തൊട്ടടുത്ത ദിവസം അവസാന ശ്രമം എന്ന നിലയ്ക്ക് ഒരു കൂട്ടർ കായലിൽ വഞ്ചി മറന്ന സ്ഥലത്ത് ഒന്നുകൂടി വലയെറിഞ്ഞു. വല ഉയർത്താൻ തുടങ്ങിയപ്പോൾ നല്ല ഭാരം. സർവശക്തിയും ഉപയോഗിച്ച് അവർ വല ഉയർത്തി. അതാ ആ വലയിൽപ്പെട്ട് മീനാക്ഷിയമ്മയും കുഞ്ഞും പൊന്തി വരുന്നു, ജീവനോടെ. മരണത്തെ മുഖാമുഖം കണ്ട് കാറ്റിൽപ്പെട്ട് വഞ്ചി മറിഞ്ഞപ്പോൾ ഞാൻ വല്ലാർപാടം പള്ളിയിലേക്ക് നോക്കി. എന്റെ വല്ലാർപാടത്തമ്മേ രക്ഷിക്കണേ, ഞാനും കുഞ്ഞും അമ്മയുടെ അടിമകളായി ജീവിച്ചുകൊള്ളാം എന്ന് അമ്മയ്ക്ക് വാക്കുകൊടുത്തു. ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ പ്രകാശത്തിൽ എന്ന പോലെ ഉജ്ജ്വലമായൊരു ഉദ്യാനം അവർ കണ്ടു. അതിന്റെ മധ്യത്തിൽ സുന്ദരിയായ ഒരമ്മ പ്രഭാപൂരിതനായ മകനെ കൈകളിലേന്തി നിൽക്കുന്നതാണ് അവർ കണ്ടത്. വല്ലാർപാടത്തമ്മ. ആ അമ്മ അവർക്ക് അഭയം നൽകുകയുണ്ടായി. പിന്നീട് ജീവിതകാലം മുഴുവൻ മീനാക്ഷിയമ്മയും കുഞ്ഞും അമ്മയ്ക്ക് അടിമയായി ജീവിക്കാമെന്നും സത്യം ചെയ്യുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി ഇന്നും അടിമയിരുത്തൽ ഈ സംഭവത്തിന്റെ ഓർമ്മയായി ആചരിച്ചു പോരുന്നു. 1951 ഇന്ത്യൻ ഗവൺമെന്റ് ഈ ദേവാലയത്തെ വലിയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയുണ്ടായി. 2004 ഡിസംബർ 1 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ദേവാലയത്തെ ഒരു ബസിലിക്കയായി ഉയർത്തുകയും ചെയ്തു. ഇന്നും ലക്ഷക്കണക്കിന് വിശ്വാസി ജനങ്ങൾ വല്ലാർപാടത്തമ്മയെ തേടി ഇവിടേക്ക് എത്തുന്നു.